അഹ്ലുസുന്നത്തിനപ്പുറം കീട്ട ഒരു കടുകിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല എന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തിന് ഇന്ന് രാവിലെ ഈ സുന്നി യാത്രയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാ? ഒരു സയ്യിദ്. അതേ സയ്യിദ് നാളെയാണെങ്കിൽ മൂപ്പർക്ക് ഉറങ്ങിണീറ്റപ്പോൾ ബോധം കിട്ടിയില്ല എന്ന് വിചാരിക്കാം. 9 മണിക്കൂർ വ്യത്യാസത്തിൽ ഇതേ സയ്യിദ് അതേ ജില്ല മൂപ്പർക്ക് ഇതൊന്നും ആരും അറിയില്ല എന്ന് വിചാരിച്ച് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ജില്ല മാറി വിചാരിക്കാം. അതേ മലപ്പുറം ജില്ലയിൽ ഇന്ന് രാവിലെ 9:30 മണിക്ക് മഹാസുന്നി യാത്ര ഉദ്ഘാടനം ചെയ്യുകയാണ് ഒരു സയ്യിദ്. അതേ സയ്യിദ് ആർക്കാണ് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നത്? ഒരു മഹാസുന്നി നേതാവിന്റെ യാത്ര. ആരാണ് ഇതിനെ അനുഗമിക്കുന്നത്? വലിയ വലിയ സുന്നി പണ്ഡിതന്മാർ. അവരൊക്കെ 100% സുന്നി. ഒരു വഹാബിയത്തിനും കടുകിട ഇളവ് കൊടുക്കാത്ത സുന്നികൾ. അവരുടെ മഹാസമ്മേളന യാത്ര മക്കായുടെ മീമുള്ള അതേ മലപ്പുറം ജില്ലയിൽ, മീം കൊണ്ടാണ് മക്കയും തുടങ്ങിയത്, മലപ്പുറം തുടങ്ങിയത്. അതേ മലപ്പുറം ജില്ലയിൽ ഇന്ന് വൈകുന്നേരം 9 മണിക്കൂറിൽ മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ ഒരു വഹാബി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതേ സയ്യിദ്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം നന്നായാൽ മതി, മാർഗത്തിന് കണക്കില്ല. മോശപ്പെട്ട മാർഗത്തിലൂടെയും നല്ല ലക്ഷ്യം നേടാൻ കഴിയുമെങ്കിൽ, ഇപ്പൊ ജന്മിത്തം അവസാനിക്കാൻ വേണ്ടി നക്സലുകൾ എന്താ ചെയ്തത്? ആയിരക്കണക്കായ മനുഷ്യരെ കൊന്നു, ലക്ഷങ്ങളെ പേടിപ്പിച്ചു. ഒരു പതിറ്റാണ്ടുകൾ ഇന്ത്യ രാജ്യത്ത് ചില പ്രവിശ്യകൾ രാത്രി ഉറങ്ങാൻ മനുഷ്യൻ പേടിച്ചു. കാരണം എപ്പോഴും ആരാക്രമണം ഉണ്ടാവും. നക്സൽ എന്താ അവരുടെ ലക്ഷ്യം? ജന്മിത്തം അവസാനിപ്പിക്കുക. സത്യമാണ്, അവർ നന്മയാണ് ചെയ്തത്, പക്ഷെ അതിൻ്റെ വഴി എപ്പോഴും തിന്മയായിരുന്നു. തുടങ്ങിയാൾ ആത്മഹത്യ ചെയ്തു. നക്സലിസം എന്ന് പറഞ്ഞാൽ സംഗതി ഭയങ്കര. മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്നൊരു പുസ്തകമുണ്ട് സി രാധാകൃഷ്ണൻ. ഞാൻ നക്സലിസത്തിൽ പഠിച്ചത് 1990-കളിൽ. അത് ഖണ്ഡശ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന മാതൃഭൂമിയിൽ. നക്സലിസം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വഴിവിട്ടുപോയൊരു സംഗതിയാണ്. ഇത്ര ആത്മാർത്ഥമായൊരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അത്രയും ആത്മാർത്ഥമായ മൂവ്മെൻ്റാണ്. ഒരു വേദനയിൽ നിന്നുണ്ടായതാണ്. അതായത് ജനങ്ങളെ ദ്രോഹിച്ച ജന്മികൾ, ആ ജന്മികൾക്കെതിരെ ഉണ്ടായതാണ് എന്ത്? നക്സലിസം. ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടി വന്നതാണ് സത്യത്തിൽ നക്സൽ. പക്ഷെ ജനങ്ങൾ പിന്നെ അതുകൊണ്ട് ഭയപ്പെടാൻ ഉണ്ടായത്. അത് പ്രസ്ഥാനങ്ങൾക്ക് വരുന്ന സ്വഭാവമാണ്. പ്രസ്ഥാനങ്ങൾക്ക് അപജയങ്ങൾ സംഭവിക്കും. അതൊരു അരണബുദ്ധിയാണ്. ഒരു മനുഷ്യന് ബുദ്ധി ഉണ്ടെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് ബുദ്ധി പോകും. അത് സത്യമാണ്. പ്രസ്ഥാനങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞാൽ അന്തം വിട്ടു. ഒരു അരണബുദ്ധി എന്ന് പറയും. അരണ മനസ്സിലായില്ലേ? അരണ എന്ന് പറഞ്ഞാൽ, അരണയെ ഞാൻ മനസ്സിലായി. ഇന്നത്തെ പല പ്രസ്ഥാനങ്ങളെയും നമ്മൾ കമ്മ്യൂണിസം ഉദാഹരണം പറയാം. കമ്മ്യൂണിസം എന്തിനാണ് കമ്മ്യൂണിസം വന്നത്? കമ്മ്യൂണിസം മറന്നുപോയി. അരണയാണ് ഇപ്പോൾ. അരണയിസ്റ്റ് കമ്മ്യൂണിസമാണ് ഇപ്പോൾ ഉള്ളത്. അരണൈസാണ് ഇപ്പോൾ കമ്മ്യൂണിസം. എന്തിനാണ് കമ്മ്യൂണിസം വന്നത്? മുതലാളിത്തത്തിനെതിരെ. ഇന്ന് മുതലാളിത്തത്തിൻ്റെ കൂട്ടിക്കൊടുപ്പുകാരാണ് ആര്? കമ്മ്യൂണിസ്റ്റ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾ ആരാ? കമ്മ്യൂണിസ്റ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾ ആരാ? കമ്മ്യൂണിസ്റ്റ്. എല്ലാ ക്യാപിറ്റലിസത്തിൻ്റെയും ഒപ്പിട്ട് കൊടുക്കണവരാരാ? എന്തുകൊണ്ട്? കമ്മ്യൂണിസത്തിന് അരണബുദ്ധി ബാധിച്ചു. അരണേ അതെല്ലാം അങ്ങനെയാണ്. എല്ലാം അങ്ങനെ. എന്തിനാണ് ഞങ്ങൾ വന്നതെന്നാണ് മറക്കുക. അതെ, ഇന്ന് രാവിലെ 9:10 ഇത്ര ഞങ്ങൾ വച്ചില്ലേ? ഇപ്പം എന്തിൻ്റെ 9:30 കൊടുത്ത നോട്ടീസിൽ കാണിച്ചത് പ്രകാരമാണെങ്കിൽ മലപ്പുറത്തെ ഒരു മഹാസുന്നി സമ്മേളനത്തെ ഇന്ന് രാവിലെ 9:30 മണിക്ക് ഒരാൾ ഉദ്ഘാടനം ചെയ്യും. ഇതേ വ്യക്തി ഇന്ന് വൈകുന്നേരം 6:30 മലപ്പുറം ജില്ലയിലെ ഒരു വലിയ വഹാബി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 2 നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനാണ് അരണബുദ്ധി എന്ന് പറയുക. അത് പ്രസ്ഥാനങ്ങൾക്ക് ബാധിക്കുന്ന അരണബുദ്ധിയാണ്. ഒന്നും വിചാരിക്കരുത്. ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി നിങ്ങൾക്കറിയില്ല. ഞാൻ ഗതികുട്ടി കൊണ്ടുവന്നതല്ല, ഇത് യോഗം പോലെ പറഞ്ഞതാ. ഞാനത് ഇവിടേക്ക് വന്നതല്ല. പക്ഷെ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇവിടേക്ക് എന്തിനാ ഞാൻ അവിടേക്ക് എത്തിയത് എനിക്കറിയില്ല. മനുഷ്യൻ അരണബുദ്ധി ബാധിക്കും.
അത് അത്ഭുതം. നാട്ടിൽ എത്ര സുന്നികളുണ്ട്, എത്ര സുന്നി സയ്യിദന്മാരുണ്ട്. ഒരു സുന്നി സമ്മേളനം, ഒരു മഹാനായ ഒരു നേതാവ് ഒരു സുന്നി യാത്ര നടത്തുകയാണ്. അതിന് ഇന്ന് രാവിലെ 9:30 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു സയ്യിദാണ്. ആ ഉദ്ഘാടനത്തിന് ബാക്കിലിരിക്കുന്നത് വലിയ വലിയ സുന്നി പണ്ഡിതന്മാരും സുന്നി സയ്യിദന്മാരുമാണ്. അവർ പൂർണ്ണമായ സുന്നികളുമാണ്. ഇന്ന് വൈകുന്നേരം 6:30 മണിക്ക്, ഇതിപ്പോൾ 9:30 മണിയാണ്, ഇതിൻ്റെ 10ാം മണിക്കൂറിൽ അല്ലെങ്കിൽ എത്ര 9ാം മണിക്കൂറിൽ അല്ലേ, ഇതിൻ്റെ 9ാം മണിക്കൂറിൽ, ഇനി 10 മണിക്കൂർ ഒഴിവാണ്ട, ഇതിൻ്റെ 9ാം മണിക്കൂറിൽ ഇതേ സയ്യിദ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ വഹാബി സമ്മേളനം ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യാം. ഇന്ന് 2025 ഡിസംബർ 24, 6:30 മണിക്ക് ഏറ്റവും വലിയ സുന്നി മഹായാത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യാം. അതേ വ്യക്തി 9:30 മണിക്ക് ഇന്നിപ്പോൾ 9:30 മണിക്ക് ഒരു മഹാസുന്നി യാത്ര ആരാ നയിക്കണ്? ഒരു വലിയ സുന്നി നേതാവ്. ആരാ കൂടെ നടക്കണ? വലിയ വലിയ സുന്നികൾ. ഒരു സുന്നത്തിന് അപ്പുറം കീട്ട ഒരു കടുകിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല എന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തിന് ഇന്ന് രാവിലെ ഈ സുന്നി യാത്രയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാ? ഒരു സയ്യിദ്. അതേ സയ്യിദ് നാളെയാണെങ്കിൽ മൂപ്പർക്ക് ഉറങ്ങിണീറ്റപ്പോ ബോധം കിട്ടിയില്ല എന്ന് വിചാരിക്കാം. 9 മണിക്കൂർ വ്യത്യാസത്തിൽ ഇതേ സയ്യിദ് അതേ ജില്ല മൂപ്പർക്ക് ഇതൊന്നും ആരും അറിയില്ല എന്ന് വിചാരിച്ച് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ജില്ല മാറി എന്ന് വിചാരിക്കാം. അതേ മലപ്പുറം ജില്ലയിൽ ഇന്ന് രാവിലെ 9:30 മണിക്ക് മഹാസുന്നി യാത്ര ഉദ്ഘാടനം ചെയ്യുകയാണ് ഒരു സയ്യിദ്. അതേ സയ്യിദ് ആർക്കാണ് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നത്? ഒരു മഹാസുന്നി നേതാവിന്റെ യാത്ര. ആരാണ് ഇതിനെ അനുഗമിക്കുന്നത്? വലിയ വലിയ സുന്നി പണ്ഡിതന്മാര്. അവരൊക്കെ 100% സുന്നി. ഒരു വഹാബിയത്തിനും കടുകിട ഇളവ് കൊടുക്കാത്ത സുന്നികൾ. അവരുടെ മഹാസമ്മേളന യാത്ര മക്കായുടെ മീമുള്ള അതേ മലപ്പുറം ജില്ലയിൽ, മീം കൊണ്ടാണ് മക്കയിൽ തുടങ്ങിയത്, മലപ്പുറം തുടങ്ങിയത്. അതേ മലപ്പുറം ജില്ലയിൽ ഇന്ന് വൈകുന്നേരം 9ാം മണിക്കൂറിൽ മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ ഒരു വഹാബി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതേ സയ്യിദ്. ആരാ അപ്പ ബാക്കിലിരിക്കുന്നത്? മലപ്പുറം ജില്ലയിലും കേരളവും കണ്ട ഏറ്റവും വലിയ വഹാബി നേതാക്കന്മാര്. എന്താ സംഭവിച്ചത്? അരണബുദ്ധി. ആർക്കാണ് അരണബുദ്ധി പറ്റിയത്? ഒന്ന് സുന്നികൾക്ക് തന്നെ അരണബുദ്ധി, മറ്റൊരു പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റേ മുതലെടുപ്പാണ്. ഇപ്പോൾ ആർക്കാ സംഭവിച്ചത്? ഈ യാത്ര ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ ആ പ്രസ്ഥാനം അരണയായിപ്പോയി. അരണബുദ്ധിയെ നമ്മളീ ബാധിച്ചു. ഈ അരണബുദ്ധിയുടെ ഉൽപ്പന്നാണ് നാളെ 10 കൊല്ലം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ചുമയാക്കും ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഓരോരുത്തരും ഇപ്പം അതിനും വ്യാഖ്യാനിക്കുക. നിങ്ങൾക്ക് നടക്കാം, നിങ്ങൾക്ക് അന്തല്ല. ഇന്ന് നടക്കുന്നത് പറയുന്നതല്ല പ്രഭാഷകന്റെ ദൗത്യം. നാളെ നടക്കുന്നത് ഇങ്ങനെ നടക്കും, ശ്രദ്ധിച്ചോളി എന്ന് പറയലാണ്. ഞാൻ കാലത്തിനപ്പുറം ഇത് നടന്നിരിക്കും ഞാനാ പറഞ്ഞു. കാരണം അരണബുദ്ധി ബാധിച്ചു പ്രസ്ഥാനങ്ങൾക്ക്. ഇപ്പം സമസ്തയെ പോലത്തെ പ്രസ്ഥാനത്തിന് അരണബുദ്ധി ബാധിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് വരണേ അള്ളാഹുവിനെ റസൂലിനൊക്കെ ഈ ആദർശത്തെക്കാൾ വലിയ വൽപ്പത്തരം എന്തിനാണ്? ഏത് സയ്യിദിനെ വൽപ്പത്തരം? അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുന്ന സയ്യിദിന്. ഇത് ഇരുട്ടും വെളിച്ചവും പോലത്തെ 2 പ്രസ്ഥാനങ്ങളുമാണ്. ഇപ്പൊ അഹ്ലുസുന്നയും വഹാബിയത്തും എന്ന് പറഞ്ഞാൽ ഇരുട്ടും വെളിച്ചവും പോലത്തെ 2ആണ്. അഹ്ലുസുന്ന ലോകത്തെ ഏറ്റവും വലിയ വെളിച്ചാണെങ്കിൽ വഹാബിയത്ത് ലോകത്തെ ഏറ്റവും വലിയ ഇരുട്ടാണ്. അതേ സമ്മേളനം 9ാമത്തെ മണിക്കൂറിൽ ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുക. ആരാ ബാക്കിലിരിക്കുന്നത്? കേരളം കണ്ട പക്ക വഹാബി നേതാക്കന്മാർ. എന്താ സംഭവിച്ച? അരണബുദ്ധി എന്ന് പറഞ്ഞാൽ ഇപ്പം നെക്സലിസം വന്നിട്ട് അപ്പം ഈ പറഞ്ഞ നെക്സലിസം വഴി പറഞ്ഞതാണ്. നെക്സലിസത്തിന് എന്താ സംഭവിച്ചത്? ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയ നെക്സലിസം പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി മാറി. അത് പ്രസ്ഥാനങ്ങൾക്കൊക്കെ സംഭവിക്കും. കുറച്ച് കഴിഞ്ഞാൽ അരണബുദ്ധി ബാധിക്കും. ഒരു മനുഷ്യന്റെ ബുദ്ധി നിലനിർത്താൻ കഴിഞ്ഞാലും ഒരു പ്രസ്ഥാനത്തിന്റെ ബുദ്ധി നിലനിർത്താൻ കഴിയൂല, ഒരിക്കലും കഴിയൂല. സത്യ കമ്മ്യൂണിസത്തിനൊക്കെ അപജയം ബാധിച്ചു കഴിഞ്ഞു. മുതലാളിത്തത്തിന്റെ കോർപ്പറേറ്റുകളുടെ അടിമയായി മാറി. അഹ്ലുസുന്നക്കും മേലുണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾക്ക് വരെ അരണബുദ്ധി ബാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
വലിയ അരണബുദ്ധിയാണത്. ഈ അരണബുദ്ധിയിൽ നിന്ന് മുതലെടുക്കും. ആ മുതലെടുപ്പിൽ നിന്നാണ് ഇനി സുന്നി പെണ്ണുങ്ങൾ 10 കൊല്ലത്തിനുള്ളിൽ എന്ത് ചെയ്യും, ജുമാക്കുന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ചീത്തറ, നിങ്ങൾക്ക് ചിന്ന ചീത്തറയിൽ നിങ്ങൾക്കൊരു ഊപ്പിയാണ്, അതേക്കോട്ടെ, പക്ഷെ ഇത് പുലർന്നിരിക്കും. അല്ലാഹു യാ റബ്ബൽ ബരിയത്തി സല്ലിയൻ അലാ സയ്യിദിൽ അക്വാനി വർഹം തനഫസി മുഹമ്മദിനാ വൽ ഫാത്തിഹിൽ മുതഹഖിഖിൽ അലിയി ലിമാ അഗ്ലഖ്തഹുൽ മുതലമ്മിസി وهو خاتم رسلا أتوا سابقوا له وناصر ذاك الحق بالحق. അവിടെ അതാണ് ഈ പറഞ്ഞതിന് അർത്ഥം. നാസിറു ദാക്കൽ ഹഖ്, ആ സത്യത്തെ, നാസിറു ദാക്കൽ ഹഖ്, ആ സത്യത്തെ സഹായിച്ച ആളുമാണ് ഈ റസൂലുള്ള. എന്തുകൊണ്ട് സഹായിച്ചു? സത്യം കൊണ്ട് സഹായിച്ചു. അത് പറഞ്ഞാണ് പറഞ്ഞത്. എപ്പോഴും ലക്ഷ്യം നന്നായാൽ പോരാ, എന്തു നന്നാവണം? മാർഗം നന്നാവണം. അതാണ് ഇസ്ലാം. ഒരിക്കലും 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 മാർഗം നാശാൻ പാടില്ല. ഒരിക്കലും ഒരിക്കലും പാടില്ല. തൻ്റെ ശത്രു, തന്നെ കീഴ്പ്പെടുത്തിയ ശത്രു തൻ്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ ആ ശത്രുവിനെ ഒഴിവാക്കി വിട്ടു. അലി ഇബ്നു അബീ ത്വാലിബ് എന്തേ അവിടെ പേച്ചു? എന്തിനു ചോദിച്ചു? ദേഷ്യം വന്നു. ഇനി ഞാൻ ആ മനുഷ്യനെ എന്ത് ചെയ്താലും അതെൻ്റെ ദേഷ്യത്തിൻ്റെ ഇല്ല, അവൻ ഞാൻ പേച്ചു വിട്ടു. ഇനി ഒരിക്കലും അവസരം ഞാൻ നോക്കാം, ഇപ്പം ഇല്ല. കാരണം ഞാൻ ചെയ്യുന്ന മുഴുവൻ ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന്. ഒന്നും ഉണ്ടാകരുത്. ലക്ഷ്യം നല്ലത്, മാർഗം നല്ലത്. ഇസ്ലാം അങ്ങനെയാണ്. അതല്ല, നിങ്ങൾ ചിന്തിക്കുക. ഒരു 10 ആൾ ഒരു മുസ്ലിം പെണ്ണ്, 10 ആൾ ഒരു മുസ്ലിം പെണ്ണുങ്ങളെ അല്ലെങ്കിൽ 10 മുസ്ലിം പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തത് എന്നതിൻ്റെ പേരിൽ ഒരു കലഹമുണ്ടായെന്ന് സങ്കല്പിക്കുക. ഈ കലഹത്തിൻ്റെ അവസാനം എന്താ ഉണ്ടാവുക? വേറുള്ള സമൂഹമാണെങ്കിൽ അവരെ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യും. ഇസ്ലാമിൽ പറ്റില്ല. മനസ്സിലായില്ല? മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അതിന് തിരിച്ചുള്ള പരിഹാരം എന്തല്ല? ഒരിക്കലും തിന്മല്ല. ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കില്ല. അവരെ പെണ്ണുങ്ങളെ റാപ്പ് ചെയ്യാന്നുള്ളത് ഇസ്ലാമിൻ്റെ വഴിയല്ല. അവരെ പെണ്ണുങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഹൈദർ അലിയുടെ പട്ടാള അധിപനെ ടിപ്പു വെടിവെച്ച് കൊന്നിട്ടുണ്ട്. എന്തിൻ്റെ പേരിൽ? ഒരു ഹിന്ദുവായ രാജകുമാരിയെ കൈപിടിച്ചതിൻ്റെ പേരിൽ. വിടുന്ന് പറഞ്ഞു, വിട്ടില്ല. കാരണം അന്ന് സാധാരണ സോൾജിയറാണ് ആര്? ടിപ്പു. സൈന്യാധിപനാണ് ഇയാള്. മനസ്സിലായില്ല പറഞ്ഞത്? ഹൈദർ അലിയുടെ മകനാണല്ലോ ടിപ്പു. ഹൈദർ അലിയുടെ ഒരു ഓപ്പറേഷനിൽ പിന്നെ എന്ത് ചെയ്തു? ഒരു ഹിന്ദുവായ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറിയിട്ട് മകളെ കടന്ന് പിടിച്ചു. ആര്? സൈന്യാധിപൻ. അപ്പം അത് കണ്ടുവരികയാണ് ആര്? ടിപ്പു. വിടുന്ന് പറഞ്ഞു. ആ പെൺകുട്ടി അലമുറയിടുക. അപ്പം ഇയാൾ സൈന്യാധിപനല്ലേ, രാജാവിൻ്റെ മകളെ തന്നെ ഇയാൾ കീഴ്പ്പെടുത്തി. അപ്പം 2ാമത്തെ വട്ടം പറഞ്ഞു വിടുന്ന് പറഞ്ഞു. വിട്ടില്ല. ഉടനെ ഷൂട്ട് ചെയ്യും. ആരെ കൊന്ന്? സൈന്യാധിപനെ, സേനാനായകനെ, സൈന്യാധിപനെ ടിപ്പു വെടിവെച്ചു. മുസ്ലിം അല്ലാത്ത ഗിദ്വാനി ഈ സംഭവം തൻ്റെ ടിപ്പുവിൻ്റെ കരവാൾ എന്ന പുസ്തകത്തിൽ അത്ഭുതകരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല? ടിപ്പുവിൻ്റെ കരവാൾ എന്നൊരു പുസ്തകമുണ്ട്. അതൊരു മുസ്ലിം എഴുതിയതല്ല. ആ പുസ്തകത്തിൽ ടിപ്പുവിൻ്റെ ധർമ്മവും നീതിയും പറഞ്ഞുകൊണ്ട്, അതായത് ഒരു പെൺകുട്ടിയെ തൊടാൻ പാടില്ല, രാജാവ് മോശക്കാരനാണെങ്കിൽ രാജ്യം പിടിച്ചിറക്കുക ഒക്കെ ചെയ്യാം, ആ സിംഹാസനത്തിന് അടുത്താക്കി കയറിയിരിക്കുക. പക്ഷെ എന്ത് ചെയ്യരുത്? പെൺകുട്ടി തൊടാൻ പറ്റില്ല. പെൺകുട്ടി മുസ്ലിമിൻ്റെ കുട്ടിയാണെങ്കിലും ഹിന്ദുവിൻ്റെ പെൺകുട്ടി അവരെ പവിത്രത ഉണ്ട്. അവരെ കളങ്കപ്പെടുത്താൻ പാടില്ല. നോക്കിയില്ല എന്ന സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു അഫ്ഗാനികൾ, ടെററിസ്റ്റുകൾ വരെ, ടെററിസ്റ്റ് നല്ല പണിയല്ല, എന്നാൽ പോലും എൻ്റെ മുഖത്തേക്ക് അവർ നോക്കിയില്ല. അതൊക്കെ സത്യമാണ്. എന്തുകൊണ്ട് ഇസ്ലാം അത് അംഗീകരിക്കില്ല? നമ്മൾക്ക് ലക്ഷ്യം നന്നായാൽ പോരാ, എന്തും നന്നാവണം, മാർഗം നന്നാവണം. പിന്നെ അതൊക്കെ ചെയ്ത തോന്നിയാസികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാം. അതൊക്കെ ചെയ്യാം, എല്ലാം ചെയ്യാം. നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ലക്ഷ്യമാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരട്ടെ. പിന്നെ അപ്പോൾ അതാണ് ദാക്കൽ ഹഖ് ബിൽ ഹഖ് മഖ്ബിസി, എൻ്റെ വെളിച്ചത്തിൻ്റെ ഉറവിടമായ പുണ്യ റസൂൽ. മഖ്ബിസി, എൻ്റെ വെളിച്ചത്തിൻ്റെ സ്രോതസ്സായ
മഖ്ബിസി, എൻ്റെ വെളിച്ചത്തിൻ്റെ, ഇബ്രാഹിം നിയാസിൽ കൗലാഹി തങ്ങൾ പറയണം, മഖ്ബിസി മഖ്ബിസി, എൻ്റെ വെളിച്ചത്തിൻ്റെ സ്രോതസ്സായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാദി ഇലാ ഖൈരി സിറാത്തി സിറാത്തിക്കൽ ജലിൽ മുസ്തഖീമിൻ നഹ്ജി ഗൈറ മുദല്ലസി. വഹാദി പുണ്യ റസൂൽ വഴികാട്ടിയുമാണ്, ഇലാ ഖൈരി സിറാത്തി ഏറ്റവും നല്ല മാർഗത്തിലേക്കുള്ള വഴികാട്ടിയുമാണ് പുണ്യ റസൂൽ. സിറാത്തിക്കൽ ജലി നിന്റെ വ്യക്തമായ മാർഗം, അൽ മുസ്തഖീമി ചൊവ്വായ, മുസ്തഖീമിൻ നഹ്ജി മാർഗം ചൊവ്വായ, മാർഗം ചൊവ്വായതും വ്യക്തമായതുമായ മാർഗം. സിറാത്തിക്കൽ ജലി അൽ മുസ്തഖീമിൻ നഹ്ജി ഗൈറ മുദല്ലസിൻ, ഒരിക്കലും കലർപ്പാക്കപ്പെടാത്ത, ഒരിക്കലും ഒരു അനാവശ്യം കയറ്റിക്കൂടപ്പെടാത്ത, ഒരു കരിഞ്ചന്തയും നടത്തപ്പെടാത്ത, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. ഒരു കരിഞ്ചന്തയും നടത്തപ്പെടാത്ത മാർഗമാണ് ആ മാർഗം. വഹാദി ഇലാ ഖൈരി സിറാത്തി സിറാത്തിക്കൽ ജലിൽ മുസ്തഖീമിൻ നഹ്ജി ഗൈറ മുദല്ലസി മഅൽ ആലി, ആലിനോട് കൂടെയും ഹഖൽ ഖദ്രി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദർ അനുസരിച്ച്, മഅൽ ആലി ആലിനും അല്ലാഹുവിൻ്റെ സ്വലാത്തും സലാമും ഉണ്ടാവലോട് കൂടെയായ നിലയിൽ, ഖദരി നബിയിന നമ്മുടെ നബിയുടെ ഖദർ അനുസരിച്ച് സ്വലാത്തും സലാമുണ്ട്. മിഖ്ദാരിഹിൽ അലി, ആ അവിടുത്തെ ഉന്നതമായ അളവനുസരിച്ചും, അൽ അലീമി മഹത്വപ്പെട്ട, അൽ അലീമി തഅസ്സുസി അടിത്തറ മഹത്വപ്പെട്ടതും ഉന്നതവുമായ അവിടുത്തെ അളവനുസരിച്ചും അവിടുത്തെ മഹത്വമനുസരിച്ചും അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും ഹബീബിന് അല്ലാഹു തആല വർഷിക്കുമാറാകട്ടെ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ولا تجزني يا رب فعلي سيئا ولا حسنا بالجمال المقدس أي الله يا رب البرية صليا على سيد الأكوان وارحم تنفسي محمدنا والفاتح المتحقق العلي لما أغلقته متلمسي وهو خاتم رسلا أتوا سبقوا له وناصير ذاك الحق بالحق مقبسي وهذه إلى خير الصراط صراطك الجليل المستقيم النهج غير مدلسي مع الآل حق القدر قدر نبينا ومقداره العالي العظيم التأسسي. ബാക്കി അടുത്ത ക്ലാസ്, വിശദമായ അടുത്ത ക്ലാസ്. ചുരുക്കത്തിൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കണം, ബഹുമാനപ്പെട്ട ഈ വരുന്ന ശനിയാഴ്ച നടക്കാൻ പോലുള്ള കപ്പിൾസ് മീറ്റ് എല്ലാവരും, അത് ഗൾഫുകാരവർ ലീവ് എടുത്ത് വന്നാൽ പോലും അവർക്കത് ഹൈറായിരിക്കും. കാനഡയിൽ നിന്ന് വന്നാലും ലണ്ടനിൽ നിന്ന് വന്നാലും അത് നേട്ടമായിരിക്കും, നഷ്ടേ ഉണ്ടാവില്ല. തികച്ചും കൃത്യമായും ഇത് നിങ്ങൾക്ക് ലാഭമായി ഭവിക്കും. അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു തരട്ടെ. പരമാവധി പറയേണ്ടതെല്ലാം അതിൽ പറയും. ആയിഷ അരക്കിണറിന് വേണ്ടി 101 രൂപ കുടുംബ സംഭാവന ചെയ്തിട്ടുണ്ട്. ആ പെണ്ണിന് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. അള്ളാഹുവിൻ്റെ അലിയായ ഉന്നതമായ ഫിർദൗസിൻ്റെ വാതിലുകൾ ആ പെണ്ണിലേക്ക് അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والأصحاب وسلم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين.